ഹലോ എവരി വൺ, വെൽക്കം ടു റൈസപ്സ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ക്ലബ്. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൻ്റെ 6th ഡേ ആണ്. ആസ് വി ടോൾ, ഈ വീക്കിൽ നമ്മൾ നോക്കുന്ന സൊസൈറ്റി ആയിരിക്കും. അപ്പോൾ സൊസൈറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2024 15 മാർക്കായി വന്ന ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോബലൈസേഷൻ ഹാസ് ഇൻക്രീസ്ഡ് അർബൻ മൈഗ്രേഷൻ ബൈ സ്കിൽഡ് യങ് അൺമാരീഡ് വിമൻ ഫ്രം വേരിയസ് ക്ലാസ്സസ്. ഹൗ ഹാസ് ദിസ് ട്രെൻഡ് ഇമ്പാക്റ്റഡ് അപ്പോൺ ദെയർ പേഴ്സണൽ ഫ്രീഡം ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി? സോ ബേസിക്കലി ഗ്ലോബലൈസേഷനും അർബൻ മൈഗ്രേഷനും വിമണും കൂടി മൂന്ന് കൾമിനേറ്റ് ചെയ്ത ടൈപ്പ് ഓഫ് ഒരു ചോദ്യമാണ്. ആൻഡ് ആ ട്രെൻഡ് എങ്ങനെ അവരുടെ പേഴ്സണൽ ഫ്രീഡം ആൻഡ് റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ചോദ്യം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വി നീഡ് ടു അഡ്രസ് the globalization have increased the migration by women of various classes towards urban areas എന്നുള്ള കാര്യം അഡ്രസ് ചെയ്യണം. അതേപോലെ രണ്ടാമത്, ഹൗ ഹാസ് ദിസ് ട്രെൻഡ് ഇമ്പാക്റ്റഡ്. അപ്പോൾ ഇമ്പാക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളിലാണ് ഇമ്പാക്റ്റ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് അവരുടെ പേഴ്സണൽ ഫ്രീഡം, രണ്ട് വിമന്റെ റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഭാഗവും അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഈ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ സ്ട്രക്ചർ ചെയ്യുമ്പോൾ, സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. സോ ഗ്ലോബലൈസേഷൻ ഹാസ് ഇൻക്രീസ്ഡ് അർബൻ മൈഗ്രേഷൻ ബൈ സ്കിൽഡ് യങ് അൺമാരീഡ് വിമൻ ഫ്രം വേരിയസ് ക്ലാസ്സസ്. സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തുകൊണ്ട്, വൈ വിമൻ ആർ, അല്ലെങ്കിൽ ആ സ്കിൽഡ് വിമൻ ആർ, ഓർ വൈ ദ അർബൻ മൈഗ്രേഷൻ ഈസ് ഇൻക്രീസിങ് എന്ന് പറയുന്ന ഒരു കാര്യം, വിമന്റെ കേസിൽ എന്തുകൊണ്ട് അർബൻ മൈഗ്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന കാര്യം നമ്മൾ ഫസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്യണം. പിന്നെ അതിന് ശേഷം ഇമ്പാക്ട് പറഞ്ഞാൽ മതി, പേഴ്സണൽ ഫ്രീഡത്തിലും അതേപോലെ റിലേഷൻ വിത്ത് ഫാമിലിയും എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ദി ഇൻട്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇൻട്രൊഡക്ഷൻ ഒന്നുകിൽ നമുക്ക് അർബൻ മൈഗ്രേഷൻ ഓഫ് വിമന്റെ അർബൻ മൈഗ്രേഷന്റെ സ്റ്റാറ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ അത്തരത്തിലൊരു സ്റ്റാറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലൈക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്. അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് പലരും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷനെയും അർബൻ മൈഗ്രേഷനെയും ലിങ്ക് ചെയ്തുകൊണ്ട് പലരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇന്ന് വെൻ വി ഹാഡ് ദി വാല്യൂഡേഷൻ സെഷനിൽ ബാസി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ മോഡേൺ ഡേ ആൻസേഴ്സിൽ, ഏറ്റവും പുതിയ കാലത്തുള്ള ആൻസേഴ്സിൽ ഒരുപാട് ടോപ്പേഴ്സ് നമ്മൾ എസ് ഒക്കെ എഴുതുന്ന പോലെ കോട്ട്സ് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഐ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് എ കോട്ട്. ഒരു കോട്ട് വെച്ച് നമ്മൾ ആ ആൻസർ തുടങ്ങുകയാണ്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദി ഇൻട്രൊഡക്ഷൻ യു ക്യാൻ സീ, ആസ് പെർ അമേരിക്കൻ ഫിലോസഫർ നാൻസി ഫ്രേസർ, globalization has the potential to both liberate and oppress women depending upon the context and policies that are put in place. അപ്പോൾ ഗ്ലോബലൈസേഷൻ ബേസിക്കലി വിമനെ ലിബറേറ്റ് ചെയ്യുകയും ഒപ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടെ റിലേഷൻ വിത്ത് ഫാമിലിയെ ഒരുവിധം നെഗറ്റീവ് എഫക്ട് ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവാണ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കിട്ടുക. പേഴ്സണൽ ഫ്രീഡം എന്നുള്ള വളരെ പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു കോട്ട് നമ്മൾ എടുത്ത് കൊടുക്കുവാനുള്ള കാരണം. ഇനി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ആദ്യം അഡ്രസ് ചെയ്യേണ്ടത്, വൈ ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ അർബൻ മൈഗ്രേഷൻ ബൈ സ്കിൽഡ് യങ് അൺമാരീഡ് വിമൻ. എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ മൈഗ്രേഷൻ കൂടുന്നു, ഗ്ലോബലൈസേഷൻ കാരണം എന്തുകൊണ്ട് കൂടുന്നു, വാട്ട് ആർ ദി ഫാക്ടേഴ്സ്? സോ വി ഹാവ് റീസൺസ് ഫോർ ഇൻക്രീസ് ഓഫ് അർബൻ മൈഗ്രേഷൻ. ഇതൊരു 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് 3 പേജ് എഴുതണം. അപ്പോൾ അത്യാവശ്യം വി ക്യാൻ റൈറ്റ് 4 to 5 പോയിന്റ്സ്. ഓർ ഈ ഒരു ഭാഗത്തിലെ റീസൺസിന് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് യൂസിങ് എ സ്പോക്ക് ഡയഗ്രാം, അല്ലെങ്കിൽ സൺ ഡയഗ്രാം പോലെ ഒരു സ്പോക്ക് ഡയഗ്രാം പോലെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, എന്തുകൊണ്ട് മൈഗ്രേഷൻ ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഏറ്റവും ഫസ്റ്റ് ദ റീസൺ ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് അപ്പ് സ്കില്ലിംഗ്, അല്ലേ? എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അപ്പ് സ്കില്ലിങ്ങിന് വേണ്ടിയിട്ടും ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്കറിയാം. ഇപ്പോൾ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നു. IITs, JNU പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുവാൻ വേണ്ടി കുട്ടികൾ ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, ഇപ്പോൾ UPSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടും ഡൽഹിയിലേക്കും അല്ലെങ്കിൽ കോട്ട പോലുള്ള സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒന്നാമത്തെ കാര്യം എഡ്യൂക്കേഷൻ അപ്പ് സ്കില്ലിംഗ് ആണ്. രണ്ട്, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ജോലി സാധ്യതകൾ കൂടുതൽ എവിടെയാണ്, ഈ പറയുന്ന പോലെ അർബൻ ഏരിയാസിലാണ്, വേർ ദേ ഗെറ്റ് ബെറ്റർ പേ ആൻഡ് ബെറ്റർ ജോബ്സ്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂർ, ഹൈദരാബാദ് ഒക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ IT ഹബ്സ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ മോഡേൺ സർവീസ് സെക്ടറിലെ ഏറ്റവും കൂടുതൽ IT ജോബ്സ് ഒക്കെ വരുന്ന, സോഫ്റ്റ്വെയർ ജോബ്സ് ഒക്കെ വരുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരം സിറ്റീസ് ആണ്. സോ അവിടെ ദേ ഗെറ്റ് മോർ സർവീസ് സെക്ടർ ജോബ്സ്, ഹയർ പേസ് ഫോർ വിമൻ ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസിങ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവത്തെ നമ്മൾ വിട്ട് കളയുന്നില്ല. അതിനിടയ്ക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ആൻസറിലേക്ക് ഹുക്ക് ചെയ്ത് വെക്കുന്നത്, പോയിന്റ്സിലേക്ക് ഹുക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. 3, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് പേഴ്സണൽ ഫ്രീഡം, അല്ലേ? വെൻ വിമൻ ഗെറ്റ് ജോബ് ദേ ഗെറ്റ് ദി ഫിനാൻഷ്യൽ ഓട്ടോണോമി, അല്ലേ? ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുമ്പോൾ ദാറ്റ് ഗീവ്സ് ദം മോർ സ്ട്രെങ്ത്. സോ അർബൻ മൈഗ്രേഷൻ എംപവേഴ്സ് വിമൻ വിത്ത് ഫിനാൻഷ്യൽ ഓട്ടോണമി. അത് മാത്രമല്ല, ഒരു പേഴ്സണൽ ഫ്രീഡം ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുമ്പോൾ ദേ ഫേസ് ന്യൂ ചലഞ്ചസ്, ദേ മേക്ക് ദം ഈവൻ സ്ട്രോങ്ങർ ആൻഡ് ഇറ്റ് അലൗസ് ദം ടു ലിവ് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് മേക്ക് ദെയർ ഓൺ ലൈഫ് ചോയ്സസ്. അതായത് സൊസൈറ്റിയൽ പ്രഷർ കുറഞ്ഞുകൊണ്ട്, അർബനൈസേഷൻ അല്ലെങ്കിൽ അർബൻ റീജിയനിൽ കുറച്ച് അനോണിമിറ്റി ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഒരുപാട് പേര് ഇടപെടാനൊന്നും ഇല്ലാത്തൊരവസ്ഥ. സോ ഇറ്റ്സ് ബേസിക്കലി ദേ ക്യാൻ മേക്ക് ദെയർ ഓൺ ലൈഫ് ചോയ്സ്, ദേ ക്യാൻ ലിവ് ദ ലൈഫ് ദേ ലവ് ടു ലിവ് വിത്തൗട്ട് ഓർ വിത്ത് ലെസ് സൊസൈറ്റിയൽ പ്രഷർ എന്ന് പറയാം. ദെൻ സോഷ്യൽ മൊബിലിറ്റി.
സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ദേ ഗെറ്റ് അപ്വേർഡ് മൊബിലിറ്റി. ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ നമ്മുടെ പൊസിഷൻ എന്താണ്, ആ പൊസിഷനിൽ നിന്ന് ഉയർച്ച കിട്ടുന്ന, സൊസൈറ്റിയിൽ അപ്ലിഫ്റ്റ്മെന്റ് കിട്ടുന്നതിന് നമ്മുടെ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയാം. സോ മൈഗ്രേഷൻ ഓഫേഴ്സ് യങ് വിമൻ അവന്യൂസ് ഫോർ അപ്വേർഡ് മൊബിലിറ്റി, ഹെൽപ്പിംഗ് ദം ടു എൻഹാൻസ് ദെയർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സോഷ്യൽ മൊബിലിറ്റിയും തരും. അപ്പോൾ ഇത്തരത്തിൽ ദർ ആർ സെവറൽ പോയിന്റ്സ്. ഒരു 4 പോയിന്റ്സ് മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളത്. റീസൺ ഫോർ ഇൻക്രീസ് അർബനൈസേഷൻ ബൈ സ്കിൽഡ് യങ് അൺവാരിഡ് വിമൻ. ഇനി നമ്മളോട് ചോദിച്ചുള്ളത് ഇമ്പാക്ട്സ് ആണ്. 2 കാര്യങ്ങളുടെ ഇമ്പാക്റ്റ് ആണ്. പേഴ്സണൽ ഫ്രീഡത്തിലുള്ള ഇമ്പാക്റ്റും റിലേഷൻ വിത്ത് ഫാമിലിയിലെ ഇമ്പാക്റ്റും. അപ്പോൾ ഇമ്പാക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, വേ ഹാവ് പോസിറ്റീവ് ഇമ്പാക്ട് ആസ് വെൽ ആസ് നെഗറ്റീവ് ഇമ്പാക്ട്. അപ്പോൾ 2 കാര്യങ്ങളുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് വേണം. സോ ഐ ഹാവ് റെപ്രസെന്റഡ് യൂസിങ് 2 ടേബിൾസ്. 2 ടേബിൾസ് ആയിട്ടാണ് ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. എല്ലാതെയും എഴുതാൻ കുഴപ്പമില്ല. സോ ഇമ്പാക്ട്സ് ഓൺ പേഴ്സണൽ ഫ്രീഡം. പേഴ്സണൽ ഫ്രീഡത്തിലെ പോസിറ്റീവ് ഇമ്പാക്ട് എന്തൊക്കെ? സോ ഫ്രീഡം എന്ന് പറയുന്ന കാര്യം, ലൈക്ക് എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് വിമൻ, ദേ വോണ്ട് ഫിനാൻഷ്യൽ ഓട്ടോണമി. അല്ലെ, ഫിനാൻഷ്യൽ ഓട്ടോണമി കിട്ടിയാലാണ് ബേസിക്കലി എന്ത്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുമ്പോഴാണ് ഫ്രീഡത്തിന് ഒരു വെൽ ഡിഫൈൻഡ് അർത്ഥം വരുന്നത്. അല്ലേ, സോ ഇറ്റ് ഇനേബിൾസ് ദം ടു മേക്ക് ഇൻഡിപെൻഡന്റ് ഡിസിഷൻ റിഗാർഡിംഗ് ദെയർ കരിയേഴ്സ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകണം, അവരുടെ കരിയർ എങ്ങനെ പോകണം, ലൈഫ് സ്റ്റൈൽ എങ്ങനെ പോകണം എന്ന്, ഇഫ് ദേ ആർ നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ എനിവൺ ഫിനാൻഷ്യലി, ദേ ക്യാൻ മേക്ക് ഡിസിഷൻ. അതിനൊരു സ്ട്രെങ്ത് കൂടുതൽ കിട്ടും. അത് ഒന്നാമത്തെ ഇമ്പാക്ട്. 2 പ്രൊഫഷണൽ ഗ്രോത്ത്. അല്ലെ, ലൈക്ക് ഇൻ ദി അർബൻ റീജിയൻസ് ദേ ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്. ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിക്ക് സ്വിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ ദ സെയിം കമ്പനിയിൽ തന്നെ പ്രൊമോഷൻ കിട്ടുവാനോ സാധ്യത കൂടുതലാണ്. സോ പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവും. ദേ ക്യാൻ കീപ് അപ് സ്കില്ലിംഗ് ദംസെൽഫ്. ദേ ക്യാൻ കീപ് ലൈക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാനും പറ്റും. Then breaking traditional barriers and living the life as one want to be. Like traditional barriers, like when they are in the rural regions, they have to face more ബാരിയേഴ്സ്, കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാവും. ലൈക്ക് കൂടുതൽ സൊസൈറ്റിയിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അത് നമുക്ക് ഒഴിവാക്കി ദേ ക്യാൻ മൂവ് ഫോർവേഡ് ഇൻ ലൈഫ്. Then more personal space for women as they live alone or with less interference from others. Personal space എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു പ്രൈവസി എന്ന് പറഞ്ഞ കാര്യവും കൂടുതലായിട്ട് കിട്ടുന്നു. Then what are the negative impacts? Negative impacts നോക്കിയാലോ, then disturbed work life balance. അല്ലെ, വർക്ക് ലൈഫ് ബാലൻസ്, ലൈക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മിക്ക കോർപ്പറേറ്റ് കമ്പനീസും വർക്ക് ചെയ്യാം. വർക്ക് ലൈഫ് ബാലൻസ് ഇത്തിരി പ്രശ്നമാവും. കാരണം ഫാസ്റ്റ് പേസ് അർബൻ വർക്ക് കൾച്ചറിൽ ആക്ച്വലി ലൈക്ക് യു നീഡ് ടു വർക്ക് മോർ ടു sustain in the competition. So work-life balance issue ഉണ്ടാവും. Then anonymity of the urban regions increases anxiety among women. Like അതൊരു വ്യത്യാസമാണ്. കാരണം ഫോർ എക്സാമ്പിൾ റൂറൽ ഏരിയയിൽ പോപ്പുലേഷൻ കുറവാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരെയും തമ്മിൽ അറിയുന്നതായിരിക്കും. സോ ലൈക്ക് ഫെമിലിയാരിറ്റി ഉണ്ടാവും ആൾക്കാരോട്. പക്ഷേ ഇൻ അർബൻ റീജിയൻ ഇറ്റ്സ് അനോണിമസ്. സോ വെൻ യു ഹാവ് ടു വാക്ക് ലേറ്റ് നൈറ്റ്, അല്ല ഒരാളെയും അറിയാത്ത ആൾക്കാരായിരിക്കും. കമ്പാരിറ്റീവ്ലി സേഫർ ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിലും ലൈക്ക് ആരെയും അറിയാത്തൊരു ആങ്സൈറ്റി ഉണ്ടാക്കും. Then exploitation of female labor for low wage jobs and being confined to pink collar jobs like nursing, caregiving, etc. Like exploitation, like labor jobs, like low wage ന് കൂടുതൽ പണിയെടുക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ അവർ വൾണറബിൾ ആയിരിക്കും. അതേപോലെ കൂടുതലും പിങ്ക് കോളർ ജോബ്സ് ആയി കൺഫൈൻഡ് ആയി പോകും. ഇപ്പോൾ നഴ്സിംഗ്, കെയർ ഗിവിംഗ്, റിസപ്ഷൻ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൺഫൈൻഡ് ആയി പോകുന്നത്. ഇൻക്രീസിങ് ക്രൈം റേറ്റ്സ് അഗെയിൻസ്റ്റ് വുമൻ. അർബൻ റീജിയനിൽ ക്രൈം റേറ്റ്സ് കൂടുന്നത്. Then facing prejudice based on rural origins, hindering social integration. Like rural origin ആകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻ ചില കാര്യങ്ങളിൽ ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് പോസിറ്റീവ് ഇമ്പാക്ട്, നെഗറ്റീവ് ഇമ്പാക്ട് രണ്ടും കൂടി നമ്മൾ ഓൾമോസ്റ്റ് ഒരു 8 പോയിന്റ്സോളം കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ ഫ്രീഡത്തിന്റെ കേസിൽ. ഇനി ഇതേപോലെ ഫാമിലിയുടെ കേസിൽ എന്തൊക്കെയാണ് പോസിറ്റീവ് ഇമ്പാക്ട്? ചേഞ്ച് ഇൻ ഫാമിലി റോൾസ്. അല്ലെ, വെൻ വിമൻ ബിക്കം ബ്രെഡ് വിന്നേഴ്സ് ദേ ബ്രേക്കിംഗ് ദി ബാരിയേഴ്സ് ഓഫ് പെട്രിയാർക്കി. അല്ലെ, ലൈക്ക് ഒരു ബ്രെഡ് വിന്നർ ആവുന്ന വിമൺ ആകുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ വോയിസ് കൂടുതലായിട്ട് വരും. വിമൻ ഗെറ്റിംഗ് ഗ്രേറ്റർ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഡ്യൂ ടു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ വീട്ടിലെ ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ മുമ്പത്തെ പോലെയല്ല, വിമനോട് ചോദിക്കും. ബിക്കോസ് ദേ ആർ ഏർണിംഗ്, ദേ ആർ ഓൾസോ കോൺട്രിബ്യൂട്ടിംഗ് ഫിനാൻഷ്യലി എന്നുള്ള കേസ് വരുമ്പോൾ. ഇറ്റ് ഗിവ്സ് ഇമോഷണൽ മെച്യൂരിറ്റി, increase self-awareness and resilience allow women to navigate family dynamics with greater patience and empathy. Then change in parent-child relationship. Change in parent-child relationship, like basically പാരന്റും ചൈൽഡും തമ്മിൽ ലൈക്ക് ആ മ്യൂച്വൽ ഹെൽപ്പ് അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്ട് എന്ന രീതിയിലേക്ക് മാറുന്ന ഒരു കാര്യം. ഓക്കെ, സോ ഇവിടെ ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. ദെൻ നെഗറ്റീവ് ഇമ്പാക്ട് നോക്കിക്കഴിഞ്ഞാൽ ഇമോഷണൽ ഡിസ്റ്റൻസ് വരും. മൈഗ്രേഷൻ, അർബൻ സെന്റേഴ്സിലേക്ക് മൈഗ്രേഷൻ നടത്തുമ്പോൾ ഒബ്വിയസ്ലി ഫാമിലി ബോൺസ് കുറയും, ഫാമിലി ഇന്ററാക്ഷൻ കുറയുമ്പോൾ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ്, ഒരു ഇമോഷണൽ ഡിസ്കണക്ട് അത് ലീഡ് ചെയ്യും. Then cultural and generation gaps ഉണ്ടാവും. Okay, like they often adopt modern values. Like when women goes to cities or urban areas, when they are exposed to new lifestyle, അവിടുത്തെ കൾച്ചർ എന്താണോ അതനുസരിച്ച് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ. അപ്പോൾ ആ കൾച്ചറോട് അഡാപ്റ്റ് ചെയ്യുമ്പോൾ വെൻ ദേ കം ബാക്ക് ടു ദ റൂറൽ റീജിയൻ അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അവിടെ ഗ്യാപ്പ് ഫീൽ ചെയ്യുമ്പോൾ ലൈക്ക് റൂറൽ ഏരിയാസിലെ അവരുടെ റിലേറ്റീവ്സിനോ ഫാമിലിക്കോ ചിലപ്പോൾ ആ ലൈഫ് സ്റ്റൈലിനോട് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ദെൻ ഡിലേഡ് മാരേജ് ആൻഡ് ഫാമിലി ടെൻഷൻസ്. ലൈക്ക് ഡിലേഡ് മാരേജ് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി ഫാമിലിയിൽ അത് ആക്സെപ്റ്റഡ് ആവാൻ, അത് തെറ്റാണെന്നല്ല പറയുന്നത്, ഫാമിലി അത് ആക്സെപ്റ്റഡ് ആവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടുള്ള ഒരു ഫാമിലി ടെൻഷൻ ഉണ്ടാവും.
Then fast and busy urban life often weakens the family bonds due to lack of quality family time. അപ്പോൾ ഇത്തരത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് ഇവിടെ ഒരു 8 എണ്ണം കൊടുത്തിരിക്കുന്നു. ദെൻ വി ക്യാൻ കൺക്ലൂഡ്, കാരണം അത്ര എഴുതാനൊരു പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. നമുക്ക് എങ്ങനെ ഗ്ലോബൽ അർബനൈസേഷൻ ഇതിങ്ങനെ നെഗറ്റീവ് ഇമ്പാക്ട് മാറ്റിക്കളയാമെന്ന് എഴുതാനൊരു സ്ഥലമോ അല്ലെങ്കിൽ പോസിബിലിറ്റി ഉണ്ടാവില്ല. വി ക്യാൻ കൺക്ലൂഡ് വിത്ത് ദി റൈസ് ഓഫ് അർബനൈസേഷൻ ഡ്രൈവൺ ബൈ ഗ്ലോബലൈസേഷൻ ഇന്ത്യസ് ട്രഡീഷണൽ ഫാമിലി സിസ്റ്റം ഈസ് ഗ്രാജുവലി ഇവോൾവിംഗ്, becoming more receptive to personal freedom and autonomy that young women are acquiring through diverse educational and professional opportunities. ഇവിടെ എന്താ പറയുന്നത്, ഈ ഗ്ലോബലൈസേഷൻ കാരണമുണ്ടെന്ന അർബനൈസേഷനിൽ ഇന്ത്യയുടെ ട്രഡീഷണൽ ഫാമിലി സിസ്റ്റവും ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് ഫാമിലിയിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റുകളെ ആക്ച്വലി ഫാമിലി ഇപ്പോൾ കുറേയൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. മോഡേൺ ലൈഫ് ഇങ്ങനെയാണ്, ഫാമിലി പാരൻസ്, മോഡേൺ പാരൻസ് അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ലൈക്ക് മുമ്പത്തെ പോലെയല്ല, ലൈക്ക് വിമൺ വർക്കിംഗ് ആവുന്നത് വളരെ കോമൺ ആയി തുടങ്ങി. സോ ദേ ബിക്കെയിം മോർ റിസെപ്റ്റീവ്. സോ വിമന്റെ പേഴ്സണൽ ഫ്രീഡം എന്ന് പറയുന്നത്, ഓട്ടോണമി എന്ന് പറയുന്നത് ഇപ്പോൾ ബേസിക്കലി എന്തായി, ആക്സെപ്റ്റ് ആയി തുടങ്ങി. സോ ഫാമിലീസ് അത് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ ഫാമിലിയിലെ ആ ഇമ്പാക്ട് ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ഈ രീതിയിൽ ഇതിൽ മൾട്ടിപ്പിൾ ഡയമെൻഷൻ ഉണ്ട് അർബനൈസേഷനും അതേപോലെ തന്നെ വിമന്റെ കേസിലും. സോ ക്വസ്റ്റ്യൻ വെൽ ഡിഫൈൻഡ് ആണ്, എന്തായിരുന്നു കൃത്യമായി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ആ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. 2024 ഒരു 15 മാർക്കറാണ്. ഓക്കെ, സോ കീപ് റൈറ്റിംഗ്. ഓൾ ദി ബെസ്റ്റ്.